ജോസഫിന് 75 വയസ്സായിരുന്നു. പക്ഷെ കൊച്ചുമകളെ പോലെ കരുതിയ പെൺകുട്ടിയുടെ കള്ളമൊഴിയിൽ പീഡകനായി ചിത്രീകരിക്കപ്പെട്ട അദ്ദേഹം ജയിലിൽ കിടന്നത് 9 മാസം. കോട്ടയം മധുരവേലിയിലെ ജോമോൻ സ്ത്രീപീഡന കള്ളക്കേസിൽ ജയിലിലും പുറത്തുമായി അപരാധിയായി മുദ്രയടിക്കപ്പെട്ടത് 8ഓളം വർഷം. ഇടുക്കിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട ആദിവാസി വനിത സീതയുടെ ഘാതകനെന്ന സംശയനിഴലിൽ ഭർത്താവ് ബിനുവിന് കഴിയേണ്ടി വന്നത് 1.5 മാസത്തോളം. പുനരന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികൾ കുടുങ്ങിയേക്കും. പക്ഷെ ഇതിന്റെയൊക്കെ കാരണക്കാരായ ഉദ്യോഗസ്ഥരോ ശിക്ഷിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, സർക്കാർ ശമ്പളം കൈപ്പറ്റി സ്വസ്ഥം ഗൃഹഭരണം. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ നിരപരാധികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. മേൽപ്പറഞ്ഞ നിരപരാധികൾക്കും നഷ്ടപരിഹാരം നൽകണം. ഖജനാവിൽ നിന്നല്ല, കള്ളക്കേസുകൾക്ക് കളമൊരുക്കിയ ഉദ്യോഗസ്ഥരിൽ നിന്ന്. 2022 ഓഗസ്റ്റിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനായി താൻ കാവൽ നിന്ന സ്കൂളിലെ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ആലപ്പുഴക്കാരൻ MJ ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അയാൾ നടുങ്ങിപ്പോയി. അച്ഛനെ ഉപേക്ഷിച്ചു പോയതിനാൽ തനിച്ചു ജീവിക്കേണ്ടി വന്ന അയൽക്കാരായ പെൺകുട്ടിയെയും അമ്മയെയും കഴിവുള്ള വിധത്തിലെല്ലാം സഹായിച്ചിരുന്നയാളാണ് ജോസഫ്. കുട്ടി ആദ്യം കൂട്ടുകാരോട് പറഞ്ഞു. വിവരമറിഞ്ഞ് സ്കൂൾ അധികൃതർ പോലീസിൽ അറിയിച്ചു. തൊട്ടു പിന്നാലെ ജോസഫ് അറസ്റ്റിലായി. പോക്സോ കേസായതിനാൽ ജാമ്യം പോലും ലഭിക്കാതെ റിമാൻഡിൽ കഴിയവെയാണ് വിചാരണ തുടങ്ങിയത്. പക്ഷേ വിസ്താരത്തിനിടെ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞു. കാമുകനുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ജോസഫ് തന്നെ ഉപദേശിച്ചതിന്റെ വിരോധത്തിലും കാമുകനെ രക്ഷിക്കാനുമാണ് തെറ്റായ മൊഴി നൽകിയതെന്നും പെൺകുട്ടി കോടതിയെ അറിയിച്ചു. കേസ് തുടരന്വേഷണം നടത്തുകയും വിവാഹിതനായ കാമുകൻ അറസ്റ്റിലാവുകയും ചെയ്തു. പക്ഷേ പോക്സോ കേസ് അവസാനിപ്പിക്കാതിരിക്കാൻ പോലീസ് അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ പെൺകുട്ടി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ജോസഫ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. കൊച്ചുമകളുടെ പ്രായം മാത്രമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കുറ്റം ചാർത്തപ്പെട്ടത് നിസ്സാര കാര്യമാണോ? ആ പെൺകുട്ടി തിരുത്തി പറഞ്ഞിട്ടും വീണ്ടും കൊടുക്കാൻ ശ്രമിച്ച പോലീസിനെതിരെ അന്വേഷണം വേണ്ടേ? കഴിഞ്ഞ മാർച്ചിലാണ് പീഡനക്കേസിൽപ്പെട്ട കോട്ടയം മധുരവേലി CD ജോമോൻ നിരപരാധിയാണെന്ന് പരാതിക്കാരെ തന്നെ വെളിപ്പെടുത്തിയത്. കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്ന ജോമോൻ ട്രെയിനിലും സ്ഥാപനത്തിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. ഈ കേസിലും വിവാഹിതനായ കാമുകൻ കുടുക്കിയതാണ്. പീഡനക്കേസിൽപ്പെട്ടതോടെ ജോമോന്റെ തൊഴിലും സമൂഹ ജീവിതവും എല്ലാം താറുമാറായി. ഒടുവിൽ ധ്യാനത്തിനിടെ പെൺകുട്ടിയും ഭർത്താവും മക്കളും ഒത്തുവന്ന് ജോമോനോടും ഭാര്യയോടും മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ഇതിലും ചരട് വലിച്ച ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? കുറഞ്ഞപക്ഷം അയാളുടെ സാമ്പത്തിക നഷ്ടമെങ്കിലും പരിഹരിക്കേണ്ടതല്ലേ? ഭാര്യയെ കാട്ടിലിട്ട് ചവിട്ടിക്കൊന്ന കുറ്റവാളി പരിവേഷവുമായി ഇടുക്കി പീരുമേട്ടിലെ ബിനു എന്ന ആദിവാസി യുവാവ് 1.5 മാസത്തോളമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഭാര്യ സീതയ്ക്കും മക്കൾക്കുമൊപ്പം പോയതാണ് ബിനു. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഭാര്യയെ തോളിലേറ്റി അയാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണെന്ന് ഫോറൻസിക് സർജൻ സൂചന നൽകിയതാണ് സംശയങ്ങൾക്ക് കാരണമായത്. വന്യജീവി ആക്രമണം തടയുന്നതിൽ ലോക പരാജയമായി മാറിയ വനവകുപ്പും മന്ത്രിയും അത് ഏറ്റുപിടിച്ചു. അങ്ങനെ ബിനു സംശയനിഴലിലായി. കൂടുതൽ അന്വേഷണങ്ങൾക്കും മൃതദേഹത്തിലെ പരിക്കുകളിലെ വിശദ പരിശോധനയ്ക്ക് ശേഷം സീത കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പക്ഷേ ഇതിലുമില്ലേ ഇരട്ടത്ത് നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥർ? അവരെ കൊണ്ട് നഷ്ടപരിഹാരം കൊടുപ്പിച്ചാൽ ഇനിയെങ്കിലും നിരപരാധികളെ ദ്രോഹിക്കാതിരിക്കില്ലേ? 1994 BJP-കാരൻ കൊല്ലപ്പെട്ട കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് 6 മാസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഹരിദാസ്, CPM-കാരനായ ബിജി, റഫീഖ്, ബാബുരാജ് എന്നിവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. പോലീസിന്റെ പീഡനങ്ങൾക്കിരയായിരുന്ന മറ്റൊരു കുറ്റാരോപിതൻ ഹരിദാസ് പിന്നീട് മരിച്ചു. അവർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകട്ടെ. പക്ഷേ ഖജനാവിൽ നിന്നല്ല, കള്ളക്കേസിന്റെ സംവിധായകരിൽ നിന്ന്. അല്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കും. സർക്കാർ സംവിധാനത്തിലെ ക്രിമിനലുകളുടെ കുറ്റകൃത്യങ്ങൾക്ക് പിഴയിടേണ്ടത് ജനമല്ല, കുറ്റക്കാരാണ്. ഇത്തരം കുറ്റവാളികളെ തീറ്റിപ്പോറ്റാനല്ല ജനം കരമൊടുക്കുന്നത്. ഏത് പോലീസായാലും ഇരകൾക്കുള്ള നഷ്ടപരിഹാരം കൊടുപ്പിച്ചിട്ടേ ശമ്പളം കൊടുക്കാവൂ. അല്ലെങ്കിൽ അഴുകിത്തുടങ്ങിയ ഈ സിസ്റ്റത്തിൽ ഇനിയുള്ള പുലരികളിലും വിഷക്കൂണുകൾ മുളയ്ക്കും.